ഡി.ബി. കൂപ്പർ. അമേരിക്കയെ പോലും അതിശയിപ്പിച്ച അതിസമർത്ഥനായ കള്ളൻ. നാം പല ചിത്രങ്ങളിലും ഫ്ലൈറ്റുകളെ തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതുപോലെയുള്ള ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ലോകത്തിലെ തന്നെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന വളരെ പ്രശസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കുറ്റവാളികളെ കണ്ടെത്താനും കുറ്റകൃത്യങ്ങൾ തടയുവാനും അതിസമർത്ഥരായ ഇവർക്ക് പോലും പിടികിട്ടാത്ത ഒരു കള്ളനുണ്ട്. 45 വർഷങ്ങളായി പിടികിട്ടാപ്പുള്ളിയായ ഇയാളുടെ പേരാണ് ഡി.ബി. കൂപ്പർ. ആരാണ് ഈ കൂപ്പർ? 1971 നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡിലെ ഇന്റർനാഷണൽ വിമാനത്താവളത്തിനുള്ളിൽ കയറിയ കൂപ്പർ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട്, ടൈ തുടങ്ങിയവ അണിഞ്ഞ് പോർട്ട്ലാൻഡിൽ നിന്നും സിയാറ്റിലേക്ക് ചെല്ലുന്നതിനായി ഡാൻ കൂപ്പർ എന്ന പേരിൽ ടിക്കറ്റുമെടുത്ത് ബോയിങ് 727-100 എന്ന വിമാനത്തിൽ കയറി. അവസാനത്തെ സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. 40കളിലെ പ്രായം, 6 അടി ഉയരം, ശോചനീയമായ ഡ്രസ്സിംഗ് തുടങ്ങിയ രൂപത്തിലും ഭാവത്തിലുമാണ് കൂപ്പർ. ഉച്ചതിരിഞ്ഞ് 2:50 വിമാനം പുറപ്പെടുവാനായി ടേക്ക് ഓഫ് ചെയ്തു. കൂപ്പറിന്റെ തൊട്ടടുത്ത സീറ്റിലുണ്ടായിരുന്ന ഫ്ലോറസ് എന്ന വിമാനത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീക്ക് ഒരു കടലാസ് കഷ്ണം കൊടുത്തു. കൂപ്പർ തമാശയ്ക്കായി കൊടുത്ത കടലാസ് എന്ന് കരുതി തുറന്നു പോലും നോക്കാതെ ആ സ്ത്രീ തന്റെ പോക്കറ്റിലേക്കിട്ടു. ഈ കടലാസു കഷ്ണത്തെ തുറന്നു നോക്കുന്നതാണ് നല്ലത് എന്ന് താഴ്ന്ന സ്വരത്തിൽ ആ സ്ത്രീയോട് കൂപ്പർ പറഞ്ഞു. കൂപ്പർ പറഞ്ഞത് പ്രകാരം ആ സ്ത്രീയും കടലാസ് എടുത്തു തുറന്നു നോക്കി. നമസ്കാരം, ഞാൻ ഈ വിമാനത്തെ അപഹരിക്കാൻ പോകുന്നു. എൻ്റെ അടുത്ത് ബോംബുകളുണ്ട് എന്നതാണ് ആ കടലാസിൽ എഴുതിയിരുന്നത്. ഭയത്തോടെ ആ സ്ത്രീ കൂപ്പറിന്റെ കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്നു കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ വളരെ സാധാരണമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസിനെ തുറന്നു കാണിച്ചു. ആ ബ്രീഫ് കേസ് മുഴുവനും ബോംബുകൾ ഉണ്ടായിരുന്നു. ഭയന്നുപോയ ആ സ്ത്രീയോട് കൂപ്പർ പറഞ്ഞു, താൻ പറയുന്ന കാര്യങ്ങൾ പൈലറ്റിലൂടെ ഗവൺമെന്റിനെ അറിയിക്കണം. തെറ്റായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഫ്ലൈറ്റ് യാത്രക്കാരോടൊപ്പം മുഴുവനായും കത്തിക്കരിഞ്ഞു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പോർട്ട്ലാൻഡിൽ നിന്നും സിയാറ്റിലേക്ക് പോകുന്ന അരമണിക്കൂർ യാത്രയ്ക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റിനെ തൻ്റെ വശമാക്കി കൂപ്പർ. ക്യാപ്റ്റൻ വിവരങ്ങളെ കൺട്രോൾ റൂമിലേക്ക് കൈമാറി. അമേരിക്ക മുഴുവനും ഭയത്തിന്റെ മുൾമുനയിലെത്തി. ഒരാൾ അത്രയധികം സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഇത്രയും വലിയ ഒരു വിമാനത്തെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത എല്ലാവരെയും അതിശയിപ്പിച്ചു. കൂപ്പർ അമേരിക്കയോട് $2,00,000 അമേരിക്കൻ, 4 പാരച്യൂട്ട്, അതോടൊപ്പം തന്നെ സിയാറ്റിലിൽ വിമാനം താഴെ ഇറങ്ങുമ്പോൾ വീണ്ടും പറക്കുവാനായി ടാങ്ക് മുഴുവൻ ഇന്ധനം എന്നിവയും ആവശ്യപ്പെട്ടു. ഇവയൊക്കെയും തന്നാൽ യാത്രക്കാർക്ക് ഒന്നും സംഭവിക്കാതെ തിരിച്ചയക്കുമെന്നും പറഞ്ഞു. അമേരിക്കൻ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കാനായി അവൻ ആവശ്യപ്പെട്ടതൊക്കെയും കൊടുക്കാനും തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ധാരാളം പോലീസുകാരും സിയാറ്റിൽ വിമാനത്താവളം മുഴുവനും ചുറ്റി വളഞ്ഞു. 5:39 സിയാറ്റിലിൽ വിമാനം തറയിറങ്ങിയപ്പോൾ കൂപ്പർ ആവശ്യപ്പെട്ടതുപോലെ കാശും പാരച്യൂട്ടും നൽകി. താൻ പറഞ്ഞതുപോലെ യാത്രക്കാരെയൊക്കെയും കൂപ്പർ സുരക്ഷിതമായി തിരിച്ചയക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്നത് 2 പൈലറ്റുകളും ഒരു എയർ ഹോസ്റ്റസും ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ, എങ്ങനെ 4 പേരുമാണ്. ടാങ്കിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ പദ്ധതിയെക്കുറിച്ച് പൈലറ്റിനോട് വിവരിച്ചു. തനിക്ക് മെക്സിക്കോയിലേക്ക് പോകണമെന്നതാണ്. എന്നാൽ അതുവരെ പോകാൻ ഇന്ധനം തികയില്ല എന്നും പൈലറ്റ് പറഞ്ഞു. വിമാനം മെക്സിക്കോയെ നോക്കി 10,000 അടി ഉയരത്തിൽ 120 മൈൽ വേഗത്തിൽ പറക്കണം. വിമാനത്തിന്റെ ചിറകുകളും 15 ഡിഗ്രി താഴോട്ട് നോക്കിയിരിക്കണം. വഴിയിൽ നൊവേഡ എയർപോർട്ടിൽ 2ാം തവണ ഇന്ധനം നിറയ്ക്കാം എന്ന് പറഞ്ഞ് വളരെയധികം തെളിവോടെ പ്ലാൻ ചെയ്തിരുന്നു കൂപ്പർ. രാത്രി 7:40 വിമാനം മെക്സിക്കോയിലേക്ക് തിരിച്ചു. വിമാനത്തെ പിന്തുടർന്ന് 3 സൈനിക വിമാനങ്ങളും ചെന്നിരുന്നു. കൂപ്പറിന്റെ ശ്രദ്ധയിൽ കാണാതിരിക്കാൻ ഒരു സൈനിക വിമാനം ഫ്ലൈറ്റിന്റെ മുകൾ ഭാഗത്തും മറ്റൊന്ന് വിമാനത്തിന്റെ അടിഭാഗത്തും മൂന്നാമത്തേത് അല്പം അകലത്തിലും പിന്തുടർന്നുകൊണ്ടിരുന്നു. വിമാനത്തിലുണ്ടായിരുന്നവരെയൊക്കെ കോക്പിറ്റിലേക്ക് അയച്ച കൂപ്പർ വെളിയിൽ വരാൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാത്രി 8:30 വിമാനത്തിന് പിൻഭാഗം കനം കുറയുന്നത് മനസ്സിലാക്കി വിമാനത്തിലുള്ളവർ. രാത്രി 10:15 നിവേഡയിൽ വിമാനം തറയിറങ്ങിയപ്പോൾ കൂപ്പർ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. കൂപ്പർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ചോദ്യം. കാരണം കൂപ്പർ യാത്ര ചെയ്ത വിമാനത്തെ പിന്തുടർന്നു കൊണ്ടിരുന്ന 3 സൈനിക വിമാനങ്ങളും വളരെയധികം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ കൂപ്പർ ഫ്ലൈറ്റിൽ നിന്ന് ചാടിയത് തീർച്ചയായും അവർ കണ്ടിട്ടുണ്ടാവണം.
എന്നാൽ കൂപ്പർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അവർ കണ്ടിരുന്നില്ല. കാശുകൾ മുഴുവനും തൻ്റെ ശരീരത്തോടൊപ്പമായിരിക്കാം കൂപ്പർ ഫ്ലൈറ്റിൽ നിന്നും വെളിയിൽ ചാടിയിട്ടുണ്ടാവുക എന്ന് FBI അനുമാനിച്ചു. ഡാൻ കൂപ്പർ എന്ന പേര് പോലീസുകാർ അറിയിച്ചപ്പോൾ ഒരു പത്രം അയാളുടെ പേര് DB കൂപ്പർ എന്ന് തെറ്റായി അച്ചടിച്ചു. അതുമുതലാണ് DB കൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റസിന്റെ സഹായത്തോടെ അയാളുടെ രേഖാചിത്രവും വരച്ച് ലോകം മുഴുവനും പ്രചരിപ്പിച്ചു. രാത്രി 8:30 വിമാനത്തിന്റെ പിൻഭാഗം മാറ്റം ഉണ്ടായതുകൊണ്ടും കൂപ്പർ 8:30 ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന അനുമാനത്തിലെത്തി FBI. ആ വിമാനം 8:30 സൗത്ത് വെസ്റ്റേൺ വാഷിംഗ്ടണിലെ ലൂയിസ് റിവർ എന്ന നദിയുടെ മുകളിലൂടെയാണ് പറന്നതെന്ന സംശയത്തിൽ ആ നദിക്ക് ചുറ്റും പല കിലോമീറ്ററുകൾ തിരച്ചിലുകളും ആരംഭിച്ചു. സാധാരണമായില്ല. ഏകദേശം 1000 പേർ കൂപ്പറിനെ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും തിരയാൻ തുടങ്ങി. ഒരു സംഘത്തിലും അംഗമല്ലാത്ത ഇയാളെ ഒരു ഗവൺമെന്റ് മുഴുവനും തിരയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഏതു സമയത്താണ് അയാൾ ചാടിയിട്ടുണ്ടാവുക എന്നതിൽ പലർക്കും പല സംശയങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തിരച്ചിൽ കൂടുതൽ പ്രയാസകരമായിരുന്നു. അടുത്ത വർഷം FBI കൂപ്പറിന് കൈമാറിയ പണത്തിന്റെ സീരിയൽ നമ്പറിനെ ജനങ്ങൾക്കിടയിൽ അറിയിച്ചു. കാരണം അത്രയും ദിവസം വരെ അവർ കണ്ടെത്തിയത് വിമാനത്തിലുണ്ടായിരുന്ന കുറച്ച് കൈരേഖകളും അവന്റെ ടൈയുടെ ക്ലിപ്പും മാത്രമായിരുന്നു. ഈ സീരിയൽ നമ്പറുള്ള നോട്ടുകൾ ആരെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും അതിനായി തക്ക പ്രതിഫലവും അറിയിച്ചു. എന്നാൽ അതുകൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. 9 വർഷങ്ങൾ കഴിഞ്ഞ് 1980 ബ്രെയിൻ ഇൻഗ്രാം എന്ന 8 വയസ്സുള്ള ഒരു പയ്യൻ കൊളംബിയ നദിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നശിച്ചുപോയ നോട്ടുകൾ കണ്ടെത്തുന്നത്. വിവരം ലഭിച്ചതും FBI ഉടൻ തന്നെ അവിടേക്ക് ചെന്ന് പരിശോധനകൾ ചെയ്തപ്പോൾ ആ നോട്ടുകൾ കൂപ്പറിന് കൈമാറിയ പണത്തിന്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. ഉടൻ തന്നെ ആ പ്രദേശം മുഴുവനും തിരയുവാനും തുടങ്ങി. എന്നാൽ ആ നശിച്ച നോട്ടുകൾ പോയിട്ട് വേറെ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 20-ാം നൂറ്റാണ്ടിലെ വലിയ കുറ്റകൃത്യങ്ങളിലൊന്നായ കൂപ്പറിനെ കുറിച്ചുള്ള ദുരൂഹതകൾ 21-ാം നൂറ്റാണ്ട് വരെ തുടർന്നു. 2009 പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വീണ്ടും ഒരു തവണ തിരയുവാൻ തുടങ്ങി. എന്നാൽ അതിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂപ്പറിന്റെ കഥ പറയുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. 2016 വരെ ഈ കേസിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലഭിക്കാത്തതുകൊണ്ട് 45 വർഷ അന്വേഷണങ്ങളും സമാരംഭിച്ചു. അതായത് തോൽവി സമ്മതിച്ച് കീഴടങ്ങിയിരിക്കുകയാണ് FBI. പല കുറ്റകൃത്യങ്ങളും വളരെ എളുപ്പം കണ്ടെത്തിയ ഇവർക്ക് പോലും കൂപ്പറിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനുശേഷം പല സംഭവങ്ങൾ കൂപ്പറിന്റെ ആ രീതിയിൽ അരങ്ങേറിയാലും അവയൊക്കെയും പോലീസുകാർ പിടിക്കുകയും ചെയ്തു. ഇത്രയും ഉയരത്തിൽ നിന്ന് ചാടിയ കൂപ്പർ തീർച്ചയായും മരിച്ചിട്ടുണ്ടാവുമെന്ന് FBI പറയുന്നുണ്ട്. എന്നാൽ അയാളുടെ മൃതദേഹമോ തെളിവുകളോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ FBI ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസിക നില തകർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമാനായിരിക്കണം. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും ആൾക്കാർ രണ്ടാമത്തെ പ്രസ്താവനയാണ് വിശ്വസിക്കുന്നത്. പൈലറ്റിനോട് ഫ്ലൈറ്റിന്റെ ഉയരം, വേഗം ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ കൂപ്പറിന് അവസാനം ഫ്ലൈറ്റിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു പോകണം എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കും. എന്തുതന്നെയായാലും കൂപ്പറിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇനിയും തുടരുന്നു.